നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ നിർമ്മിക്കുന്നതിന് പകരം ബലക്ഷയമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ വീണ്ടും നിർമ്മാണം. ഒറ്റ നില നിർമ്മിക്കാൻ ആവശ്യമായ അടിത്തറയുള്ള പ്രധാന കെട്ടിടത്തിന് മുകളിലായാണ് പുതിയ നില പണിയുന്നത്. ട്രോമ കെയർ ഉൾപ്പെടുന്ന പ്രധാന കെട്ടിടത്തിന്റെ രണ്ടാം നിലയ്ക്ക് മുകളിലാണ് അശാസ്ത്രീയമായി നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, സ്വതവേ ബലക്ഷയമുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ അതിനു പകരം നിർമ്മിക്കുന്നതാകട്ടെ ഈ ബലക്ഷയമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ വീണ്ടും നിലകൾ എന്ന നിലയ്ക്കാണ് പോകുന്നത്. ഇത് വലിയ അപകടം വിളിച്ചു വരുത്തില്ലേ? വിനീത, സംസ്ഥാനത്ത് തന്നെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ അപകടത്തിന് പിന്നാലെയാണ് ഈ സംസ്ഥാനത്ത് തന്നെ ആശുപത്രികളായാലും സർക്കാർ സ്ഥാപനങ്ങളായാലും ഈ ബലക്ഷയം സംബന്ധിച്ചുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ പരിശോധിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മാസങ്ങളായി. പക്ഷേ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കാഷ്വാലിറ്റിക്ക് തൊട്ടടുത്തുള്ള പ്രധാന ബ്ലോക്കിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ഒന്നാം നില പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അടിത്തറയിൽ നിന്നും തന്നെ പല ബ്ലോക്കുകളിലും കെട്ടിടങ്ങൾ വീണ്ടും കീറി നിൽക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം പോലും പരിശോധിക്കാതെയാണ് ഇപ്പോൾ നിലവിൽ രണ്ടാം നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ കൃത്യമായിട്ടുള്ള ബലക്ഷയം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്താതെയാണ് ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ആശുപത്രിയുടെ അധികൃതർ മുന്നോട്ട് പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചു എന്നുള്ളത് സൂപ്രണ്ടിന്റെ അടക്കമുള്ളവരോട് നമുക്ക് വിവരങ്ങൾ തേടിയിട്ട് പോലും മറുപടി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകും. കാരണം ഇത് ഒറ്റ നില മാത്രം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അടിത്തറ മാത്രമാണ് ഈ ഒരു കെട്ടിടത്തിനുള്ളത്. അതിലാണ് വളരെ അശാസ്ത്രീയമായിട്ട് വീണ്ടും രണ്ടാം നിലയിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. താഴത്തെ നിലയിലുള്ള മിക്ക ബ്ലോക്കുകളിലും ചുമരുകളൊക്കെയും വീണ്ടും കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ. നിലവിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയൊക്കെ വന്ന സ്ഥിതിക്ക് തന്നെ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് വിനീത നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഏതായാലും അടിയന്തര ഇടപെടൽ വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് അരുൺ സോളമൻ ചൂണ്ടിക്കാണിച്ചത്.